മറ്റൊരു വാർത്തയിലേക്ക്. വിഴിഞ്ഞത്തെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞതിന് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ ജിജിക്കെതിരെ സൈബർ ആക്രമണം. മുഖ്യമന്ത്രിക്ക് തീരദേശവാസികളുടെ വോട്ട് വേണം, എന്നാൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകില്ല എന്ന നിലപാട് ആണ് എന്നായിരുന്നു ജിജിയുടെ വിമർശനം. ഇതോടെ കൂട്ടായ ആക്രമണമാണ് ജിജിക്കെതിരെ ഉയരുന്നത്. എന്താണ് ജിജി പറഞ്ഞത് എന്ന് കേൾക്കാം. തീർച്ചയായും വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. ഇന്നും ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം മാപ്പ് പറഞ്ഞേ പറ്റൂ. ഒരു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. മുഖ്യമന്ത്രിക്ക് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്റെ വോട്ട് വേണം, പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അതെങ്ങനെ ശരിയാവും? മുഖ്യമന്ത്രിയെ ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തിയെങ്കിൽ അവിടെ പിടിച്ച് ഇറക്കാനുള്ള റൈറ്റ്സും ഞങ്ങൾക്കുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ജിജിയുടെ പ്രതികരണത്തിന് കാരണമായ മുഖ്യമന്ത്രിയുടെ പരാമർശം കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലായിരുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ എന്തുകൊണ്ട് ഫിഷറീസ് മന്ത്രി ഇടപെടുന്നില്ല എന്ന ചോദ്യത്തിന് അത് തീരപ്രദേശമല്ലേ, മുൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താണ് ഉണ്ടായതെന്ന് അറിയാമല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. അത് കേൾക്കാം. ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാമല്ലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ, അത് നമുക്കറിയാമല്ലോ. തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ ചേരുന്നു. അർജുൻ, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സനീഷ്, വിഴിഞ്ഞത്ത് ജോണിനെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഇന്ന് 8ാം ദിവസമാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയോ ഉദ്യോഗസ്ഥരോ ഒന്നും ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്, നമുക്കറിയാമല്ലോ അങ്ങോട്ട് മുൻപൊരു മുഖ്യമന്ത്രി പോയപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ളതായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. അതായത് ആ പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ധ്വനി അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. ആ വിവാദ വിഷയത്തോടാണ് ഇന്നലെ ഈ ജോണിന്റെ മകൾ ജിജി പ്രതികരിച്ചത്. ആ പരാമർശം തീരദേശത്തെ ഒന്നാകെ അപമാനിക്കുന്നതാണ്. ആ പരാമർശം മുഖ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതായിരുന്നു ജിജിയുടെ ആവശ്യം. ആ വാർത്തയ്ക്ക് കീഴെയാണ് ജിജിയോട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഇപ്പോൾ ജിജി നേരിടുന്നത്. പുറത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ ആ വാർത്തയ്ക്ക് താഴെ കമന്റുകളായി വരികയാണ്. ഇക്കാര്യത്തിൽ 8 ദിവസം പിന്നിട്ടിട്ടും ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ അവിടെ വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിന് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു തിരച്ചിൽ അവിടെ ഇല്ല എന്നുള്ളതുമാണ്. നേരത്തെ 2 ഹെലികോപ്റ്റർ അവിടെ വരുന്നുണ്ട്, അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ട് എന്നുള്ളതായിരുന്നു വാർത്താ സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പക്ഷേ 1 or 2 വട്ടം വന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ വഴിയുള്ള ഒരു രക്ഷാപ്രവർത്തനം അടക്കം അവിടെ ഇല്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. എന്ന് മാത്രമല്ല, കുടുംബത്തിന് ബോധ്യമാകുന്ന ഇപ്പോൾ മുതലപ്പുഴയിൽ ഷിജിൻ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ട് ഒരാഴ്ച കഴിയുന്നു. നീണ്ടകരയിലും സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇത്രയും സമയം കഴിഞ്ഞിട്ടും കുടുംബത്തിന് ബോധ്യമാകുന്ന തരത്തിലേക്ക് ഈ രക്ഷാപ്രവർത്തനം മാറുന്നില്ല എന്നുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്നതിന് താഴെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഈ കുടുംബം തന്നെ നേരിടുന്നു എന്നുള്ളതാണ്. സനീഷ്, നന്ദി അർജുൻ.